ഇതാണ് റാഗി. ഞാൻ തന്നെ വീട്ടിൽ ഉണക്കി ഇത് പൊടിപ്പിക്കുന്നതാണ്. കണ്ട, അപ്പോൾ അതിൽ തരിതരിപ്പുണ്ട്. അപ്പോൾ കുറുക്കുമ്പോൾ കുഴപ്പമില്ല. പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പൊടി ഇത്തിരി കൂടി നൈസാവുന്നതാണ് നല്ലത്. ഇത് 2 ടീസ്പൂൺ ഇട്ട് നമ്മൾ കുറുക്കി കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൽ, 1 ഗ്ലാസ് പാൽ, 1 ഗ്ലാസ് പാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം. ചിലർക്ക് പാല് പറ്റില്ല, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അത് നമ്മൾ കുറുക്കി കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറാണ് റാഗി. ഇപ്പം മില്ലറ്റുകളാണല്ലോ കൂടുതൽ ആളുകൾ കഴിക്കുന്നത്. മില്ലറ്റ് എന്തെങ്കിലും റാഗിയോ പിന്നെ വേറെ എന്തോ ബാർലിയുടെയോ അങ്ങനെ കുറേ ഉണ്ടല്ലോ മില്ലറ്റുകൾ. പിന്നെ ചിയ സീഡ് അതൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷെ ഞാൻ ഇത് കഴിക്കാറുണ്ട്. ഇതെനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. മാത്രമല്ല നല്ലതാണ്. മെനോപോസിലൊക്കെ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യണതാണിത്. നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് നന്നായിട്ടുണ്ടാവില്ല, കാൽസ്യം അയണിൻ്റെയൊക്കെ കുറവുണ്ടാവില്ല. അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കില്ല. ഫാനൊന്നും ഇടാൻ പോയതാ, ഭയങ്കര ചൂട്, എന്തൊരു ചൂഷണ. ഇപ്പോൾ മഴയാണെങ്കിൽ മഴ, തണുപ്പ്, അല്ലെങ്കിൽ ചൂടാണെങ്കിൽ ചൂട്. അതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. ഇതിലൊരു പാത്രം നമ്മൾ കഴിച്ചാൽ മതി, ഇത് ഇഷ്ടമാണ്. അപ്പോൾ റാഗി നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കൂ, ഗുണമുണ്ട്. അധികം കഴിക്കണ്ട. അധികം കഴിച്ചാൽ ചിലപ്പോൾ വണ്ണം കൂടിയാലോ, അത് വേണ്ട. 2 ടീസ്പൂൺ കഴിക്കുക. 2 ടീസ്പൂൺ സ്ഥിരം കഴിക്കണം. ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ള ഇത് കഴിക്കുക. പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ പൊടി കുറച്ചും കൂടി അധികമല്ലേ, അപ്പോൾ നമ്മൾ അത് സ്ഥിരം കഴിക്കണ്ട, ഇടയ്ക്കൊക്കെ ഒരു ദിവസം കഴിച്ചാൽ മതി. ഇതൊരു 2 ടീസ്പൂൺ ആകുമ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ശരീരത്തിന് വേറെ ദോഷമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ റാഗി